പ്രൈസ് ദി ലോർഡ്. മരണാർഹമായ പാപം, മരണാർഹമല്ലാത്ത പാപം, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വിശുദ്ധ വേദോസ്തവത്തിൽ പറഞ്ഞിരിക്കുന്നു. സകല അനീതിയും പാപമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മരണാർഹമായ പാപമുണ്ട്, മരണാർഹമല്ലാത്ത പാപമുണ്ടെന്നും പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് അവരെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്താണ് മരണാർഹമായ പാപം, എന്താണ് മരണാർഹമല്ലാത്ത പാപം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധാരമായിട്ട് 2 വേദഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-32 വേദഭാഗങ്ങൾ. സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെ ഉള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ഇവിടെ ഞാൻ ആദ്യം വായിച്ച വേദഭാഗം കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. രണ്ടാമതായി ഞാൻ വായിച്ച വേദഭാഗം കർത്താവായ യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ ഒരു വചനമാണ്. അതും നമ്മൾക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, സകല പാപവും ദൂഷണവും ദൈവം മനുഷ്യരോട് ക്ഷമിക്കും. ദൈവം ക്ഷമിക്കാത്ത ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ ഒരു പാപവുമില്ല. ദൈവം നമ്മളോട് ക്ഷമിക്കും എന്ന് തന്നെയാണ് യേശു കർത്താവ് പറയുന്നത്. ഇനിയും മനുഷ്യപുത്രനോട്, അതായത് യേശു കർത്താവിനെക്കുറിച്ചൊരു ദൂഷണം ഒരു മനുഷ്യൻ പറഞ്ഞാൽ പോലും ദൈവം അവനോട് ക്ഷമിച്ചു കൊടുക്കും. അതാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യന് അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയുന്നത് ദൈവം ക്ഷമിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ എന്നും ദൈവം ക്ഷമിക്കുന്നവനല്ല. ദൈവം ന്യായാധിപതിയായി ആ ഒരു ന്യായാധിപൻ്റെ പീഠത്തിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ക്ഷമ കിട്ടത്തില്ല. എന്നാൽ ഇപ്പോൾ ദൈവത്തിന് കൃപ ലഭിക്കാവുന്ന ഈ സമയത്ത്, കൃപായുഗത്തിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കഴിയും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. അതാണ് ഈ വചനത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് സകല പാപവും ക്ഷമിക്കും. യേശു കർത്താവ് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ഒരു ദൂഷണവും ദൈവം ക്ഷമിക്കയില്ല. അത് ഇവിടെ മാത്രമല്ല, വരാനുള്ളതിലും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആത്മീയ മരണം സംഭവിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ എത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ഒരു ദൂഷണം. അത് ഇവിടെ മാത്രമല്ല, ഈ ലോകത്തിലും വരാനുള്ളതിലും. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആത്മീയ മരണത്തെക്കുറിച്ചും കൂടെയാണ് ദൈവാത്മാവ്, അല്ലെങ്കിൽ യേശു കർത്താവ് അവിടെ ഓർമ്മിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വളരെ കെയറായിട്ട് വേണം നമ്മൾ ആത്മാവിനെ വിവേചിച്ചും കർത്താവിനോട് ചോദിച്ചും മാത്രമേ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മുൻപാകെ ആയിരിക്കുവാനായിട്ട് പാടുള്ളൂ എന്ന് ശക്തമാകുന്ന വിധത്തിൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ പരിശുദ്ധാത്മ നിറവിൽ പറഞ്ഞിരിക്കുന്ന ഈ ആദ്യം ഞാൻ വായിച്ച വേദഭാഗത്തിൽ പറയുന്ന മരണാർഹമായ പാപം, അത് ഒരു സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചല്ല, ഫിസിക്കൽ ഡെത്ത്, ഭൗതിക മരണം സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭാപ്രസംഗി 7-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്, കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു കാലപരിധി വെച്ചിട്ടുണ്ട്, ഒരു ലിമിറ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. അത്രയും നാളും മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വചനം പറയുന്നത് അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്, കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന് കാലത്തിന് മുൻപേ മരിക്കുവാൻ കഴിയും എന്നാണ് ഈ വചനം പറയുന്നത്. അതിദുഷ്ടനായിരുന്നാൽ, മൂഢനായിരുന്നാൽ നമ്മൾക്ക് നിശ്ചയിച്ച ആ സമയത്തിന് മുമ്പേ നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. അങ്ങനെ കാലത്തിന് മുമ്പേ മരിച്ചവരെക്കുറിച്ചും വിശുദ്ധ വേദോസ്തവത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും.
ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് യൂദ കാലത്തിന് മുൻപേ താൻ കെട്ടിഞ്ഞാന്ന് ചത്തു അല്ലെ സൂയിസൈഡ് ചെയ്ത ഒരു മനുഷ്യനാണ്. ദൈവം നിശ്ചയിച്ച ഒരു സമയത്തിന് മുമ്പേ ആ മനുഷ്യൻ ഈ ലോകം വിട്ടു പോകേണ്ടി വന്നു. കാരണം എന്താണ്? കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് നമുക്കറിയാം. എന്നാൽ കർത്താവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷമാണ് ആ മനുഷ്യൻ തൂങ്ങിച്ചാകുന്നത്. എന്നാൽ അതിനു മുമ്പേ നമ്മൾക്ക് ആ വചനം ബാക്കിലോട്ട് നോക്കുമ്പോൾ അറിയാം, ആ മനുഷ്യനിൽ ഒരു ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പാപ സ്വഭാവം ആ മനുഷ്യനുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആ ഗ്യാങ്ങിൽ പണസഞ്ചി സൂക്ഷിച്ചു വന്നിരുന്നത് യൂദായായിരുന്നു. അവൻ അതിൽ നിന്ന് കോയിൻ എടുത്തുകൊണ്ടിരുന്നു എന്ന് നമ്മൾക്ക് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഒരു പാപ സ്വഭാവം അവനിലുണ്ടായിരുന്നു. അവൻ ആദ്യമേ ആ സമൂഹത്തിൽ അല്ലെ ആ കൂട്ടത്തിൽ വെച്ച് അങ്ങനെ ഒരു അവിശ്വസ്തത ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ അവനെ കുറ്റം വിധിച്ചിട്ടുണ്ട്. നീ ആ ചെയ്യുന്നത് തെറ്റാണെന്ന്. എന്നാൽ ആ തെറ്റിനെ, ആ ഒരു ബോധ്യത്തെ അവൻ അവഗണിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അതേ തെറ്റ് ആവർത്തിച്ച് ചെയ്തപ്പോൾ അവന് കർത്താവിനെ കൂടെ ഒറ്റിക്കൊടുക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് ആ പാപം വർദ്ധിച്ചു വന്നു. ആ പാപം വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൻ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ടിടയായത്. അപ്പോൾ ഒരു പാപബോധം വരുമ്പോൾ ആ പാപം അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് മറ്റൊരു പ്രവാചകനോ ആരും നമ്മളോട് പറയണ്ട, അല്ലാതെ തന്നെ നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മളെ ആദ്യം കുറ്റം വിധിക്കുന്നത്. ആ കുറ്റം വിധിക്കുമ്പോൾ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റിൽ തുടരാതിരിക്കുമ്പോൾ നമ്മൾക്ക് ആ മരണത്തിലേക്ക് പോകാതെ രക്ഷ കിട്ടുവാനായിട്ടിടയാകും. എന്നാൽ ആ തെറ്റ് ആവർത്തിച്ച് വലിയ ഒരു തെറ്റിലേക്ക് ഹൃദയം കഠിനപ്പെട്ട് തൻ്റെ ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നതാണ് യൂദാസ് ചെയ്ത തെറ്റ്. അപ്പോൾ അവനിൽ അങ്ങനെ സമയത്തിന് മുൻപേ മരിക്കേണ്ടി വന്ന ഒരു ശിഷ്യനാണ് യൂദ എന്ന് പറയുന്നത്. രണ്ടാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അനന്യാസും സഫീരയുമാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം, അവിടെ നമുക്ക് കാണുവാൻ കഴിയും അനന്യാസ് തൻ്റെ നിലവും വസ്തുവകകളും ഒക്കെ വിറ്റ് തൻ്റെ ദ്രവ്യം ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ പത്രോസ് ചോദിച്ചു, നിങ്ങൾ ഇത്രയ്ക്കോ നിങ്ങളുടെ നിലം വിറ്റത്? അതെ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ വീണു മരിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരവസരം പോലും ദൈവം കൊടുത്തില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പെട്ടെന്ന് തന്നെ ആ മനുഷ്യർ അങ്ങനെ മരിക്കുവാൻ കാരണം എന്താണ്? തൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇതേപോലെ തന്നെ വ്യാജം പറഞ്ഞു അവിടെയും മരിച്ചു വീഴുവാനായിട്ടിടെ. കർത്താവ് ഒരിക്കലും ഒറ്റ ഷോട്ടിൽ അങ്ങനെ ചെയ്യത്തില്ല. ദൈവം എല്ലാവരുടെയും ജീവിതത്തിൽ സമയങ്ങളെ കൊടുക്കും. അവിടെ അതിൻ്റെ വിശദാംശം എഴുതിയിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കുടുംബം, ആ സഫീരയും അനന്യാസും തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ആവർത്തിച്ചു വന്ന ഒരു തെറ്റായതുകൊണ്ടാണ് ദൈവം പിന്നീട് ഒരു അവസരം കൊടുക്കാതെ അവിടെ അവർ മരിക്കുവാനായിട്ടിടയായത്. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അനേക പാപങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ കാണാം. എന്നാൽ പ്രത്യേകമായിട്ട് ചില പാപങ്ങൾക്ക് വധശിക്ഷയാണ് ദൈവം അവിടെ അനുവദിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്ത് വിവാഹ ബന്ധത്തിൻ്റെ ഉടമ്പടി ലംഘിച്ച് കുടുംബജീവിതത്തെ മലിനമാക്കുമ്പോൾ അവിടെ വധശിക്ഷയാണ് ദൈവം പറയുന്നത്. ഈ ലോകത്തിൽ നിയമങ്ങളുണ്ടല്ലോ, എല്ലാ തെറ്റുകൾക്കും ഒരേ ശിക്ഷയല്ല. ചിലതിന് വധശിക്ഷ തന്നെയാണ്, അതിനപ്പുറമായിട്ട് മറ്റൊരു ശിക്ഷ അവിടെ കോടതി കൊടുക്കാറില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കോടതിയിലും പാപങ്ങളുടെ ലിസ്റ്റിൽ ഇതുപോലെ വ്യത്യസ്തമായ നിലവാരത്തിലുള്ള ശിക്ഷാ നടപടികളുണ്ട്. അപ്പോൾ അനുദപിക്കാത്ത പാപമാണ് അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന പാപമാണ് മരണാർഹമായ പാപം എന്ന് പറയുന്നത്. ആവർത്തിച്ച് പാപം ചെയ്യുമ്പോൾ അത് മരണത്തിലാണ് ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നു. നിൻ്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി യേശുവിൻ്റെ രക്തം നമ്മൾക്ക് വേണ്ടിയുണ്ട്. ആ ഏത് പാപത്തെയും കഴുകി ശുദ്ധമാക്കുന്ന നിർമ്മലമാകുന്ന ഒരു രക്തം നമ്മൾക്ക് വേണ്ടി ദൈവസന്നിധിയിലുണ്ട്. അത് നമ്മൾ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തില്ല. ദൈവസന്നിധിയിൽ നമ്മൾ ഹൃദയപൂർവ്വം അതിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നമ്മളെ ആ പാപമോചനത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ കരുണ ലഭിച്ചവരുടെ ലിസ്റ്റും നമ്മൾക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. ഒന്നാമതായിട്ട് ഹാബേലും കായനും. കായൻ തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു, തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഹാബേൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കായൻ തെറ്റ് ചെയ്തു. പക്ഷെങ്കിൽ അത് ക്ഷമിക്കപ്പെടാത്ത ഒരു പാപമാണ്. ദൈവം ആ മനുഷ്യൻ്റെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകളെ സമ്മതിച്ചു.
ആ തെറ്റിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിച്ചു, ദൈവത്തോട് ജീവനെ അപേക്ഷിച്ചു, ദൈവം അവന് ജീവനെ കൊടുത്തതായിട്ട് നമ്മൾക്ക് ആ വേദഭാഗത്തിൽ കാണുവാൻ കഴിയും. അതായത് കായീൻ പിന്നീട് തനിക്ക് സഹോദരന്മാരുണ്ടായിട്ടുണ്ട്, പക്ഷെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിച്ചതായിട്ട് ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല. തനിക്കൊരു തെറ്റ് സംഭവിച്ചു, മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവന് കരുണ ലഭിക്കുക തന്നെ ചെയ്യും. വലിയ തെറ്റ് ചെയ്ത കായീന് ദൈവം ക്ഷമ കൊടുത്തു. മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. ഒരിക്കലും ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത പോലത്തെ വലിയ തെറ്റുകൾ ദാവീദ് ചെയ്തു. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ആ ഒരു വിഷയത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദാവീദ് തന്നെ പറയുന്നു, അവൻ മരണയോഗ്യനാണ്, അത് നീ തന്നെ എന്ന് പറയുമ്പോൾ ഒരു രാജാവായിരിക്കെ അദ്ദേഹം വീണ് കരഞ്ഞു, വളരെ അനുതാപപ്പെട്ട് താൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഹൃദയപൂർവ്വമുള്ള ആ നിലവിളി ദൈവം കേട്ടത്. ഹൃദയപൂർവ്വമുള്ള അനുതാപമായിരുന്നതുകൊണ്ട് ദൈവം ദാവീദിനോടും ആ തെറ്റ് മോചിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് തുടർന്ന് രാജാവായിരുന്നു, പിന്നീട് ഒരിക്കലും ആ തെറ്റ് തൻ്റെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയത്തില്ല. മൂന്നാമതായിട്ട് പത്രോസ് യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു ശിഷ്യനാണ്. എന്നാൽ കർത്താവിൻ്റെ ഒരു നോട്ടം, ആ നോട്ടത്തിൽ തൻ്റെ ഹൃദയം തകർന്നുപോയി, താൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. പിന്നീട് ഒരിക്കലും പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവസാന തുള്ളി രക്തം വരെയും താൻ കർത്താവിന് വേണ്ടി കൊടുത്തു. തൻ്റെ ഹൃദയപൂർവ്വമുള്ള ആ നിലവിളി യാഥാർത്ഥ്യമായിരുന്നു, സത്യമായിരുന്നു. താൻ ഒരിക്കലും ആ തെറ്റ് ആവർത്തിച്ചില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള തെറ്റുകൾ, അവർ ഏത് തെറ്റ് ചെയ്തു, അനുതപിച്ചു, ദൈവസന്നിധിയിൽ മടങ്ങി വന്നു, ആ തെറ്റ് പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതെ അവർ ആ കരഞ്ഞത് ഹൃദയപൂർവ്വമായിരുന്നു കരഞ്ഞത്, മാനസാന്തരം വന്നിട്ടായിരുന്നു കരഞ്ഞത്. അവർ ആ തെറ്റിൽ തുടരാതെ തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചത് മുഖാന്തരമായി അവർക്ക് കരുണ ലഭിച്ചു. അപ്പോൾ ആവർത്തിക്കപ്പെടുന്ന പാപം, ഒരു പാപം ചെയ്തിട്ട് അതിനകത്ത് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നാൽ അത് മരണാർഹമായ പാപമാണ്. അതിന് ആരുടെ സന്നിധിയിൽ പിന്നെ രക്ഷ ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ നമ്മൾക്ക് മാനസാന്തരം ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ആ തെറ്റിൽ നിന്ന് പിന്മാറുവാൻ മനസ്സില്ലാതെ ആ തെറ്റിനെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവസന്നിധിയിൽ അതിന് പാപക്ഷമ ഹൃദയപൂർവ്വം അതിന് നിലവിളിക്കുന്നില്ലെങ്കിൽ ദൈവത്തിനല്ലാതെ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയില്ല. ദൈവം ക്ഷമിക്കുന്നില്ലെങ്കിൽ അത് ക്ഷമിക്കപ്പെടാത്ത അല്ലെങ്കിൽ മരണാർഹമായൊരു പാപമായിട്ട് മാറും. അത് മരണത്തിലേക്ക് തന്നെയാണ്. അത് മനുഷ്യനെ അതിദുഷ്ടനാകും. എല്ലാ മനുഷ്യരും ദുഷ്ടരാണ്. സഭാപ്രസംഗി പറയുന്നത് അതിദുഷ്ടരായിരിക്കരുത്. അപ്പം ദുഷ്ടന്മാരാണ് സകല മനുഷ്യരും. എല്ലാ മനുഷ്യരിലും ദുഷ്ടതയുണ്ട്. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ച് അതിദുഷ്ടരായിരിക്കുമ്പോൾ വീണ്ടും വലിയ വലിയ പാപങ്ങൾ, വലിയ ദുഷ്ടപ്രവർത്തികൾ തന്നെ ചെയ്യുന്നവരായിത്തീരും. കാരണം അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. അവരാരോട് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പോലുമുള്ള ബോധം അവർക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അവർ സമയത്തിന് മുമ്പേ മരിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും പാപികളാണ്, പാപം ചെയ്യാത്ത ആരുമില്ല. ആ പാപം ക്ഷമിക്കുവാൻ നമ്മൾക്കിന്ന് കൃപാസനം കർത്താവിൻ്റെ പാദപീഠമുണ്ട്. ആ യേശു കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഏതൊരു മനുഷ്യനും കരുണ ലഭിക്കും. കരുണ ലഭിക്കുവാനായിട്ടിടയാകും. നമ്മൾക്ക് നമ്മുടെ സമയം, ശേഷിക്കുന്ന സമയങ്ങൾ നമ്മളെ ദൈവം റീസ്റ്റോർ ചെയ്തിട്ട് പണ്ടത്തതിനേക്കാളിലും മുമ്പിലുള്ളതിനെക്കാട്ടിലും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നമ്മൾക്കൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതം ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയും. ആകയാൽ മരണാർഹമായ പാപത്തിൻ്റെ കീഴിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം ദൈവം നൽകി തന്നിരിക്കുന്നു. അപ്പം ദൈവസന്നിധിയിൽ മരണാർഹമായ പാപവും മരണാർഹമല്ലാത്ത പാപവും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഈച്ച് വൺ ഓഫ് യു. താങ്ക് യു. ആമേൻ.